കേരളത്തിലെ കോൺഗ്രസ് അമിതമായ ഒരു ആത്മവിശ്വാസത്തിലാണെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. പക്ഷേ UDFിലെ ഘടകകക്ഷികൾക്ക് അത്രയ്ക്കങ്ങോട്ട് ആത്മവിശ്വാസം ആയിട്ടില്ല. അവർ കോൺഗ്രസിനുള്ളിലെ പാളയത്തിൽ പടയും അതുപോലെ തന്നെ BJPയുടെ വളർച്ചയെയും രണ്ടിനെയും ഒരു വെല്ലുവിളിയായിട്ടാണ് അവർ കാണുന്നത്. ഈ സാഹചര്യത്തിൽ UDFിൻ്റെ മുന്നോട്ടുള്ള പോക്ക്, കോൺഗ്രസിൻ്റെ വിജയം, അങ്ങ് എങ്ങനെ ഇതിനെ വിലയിരുത്തുന്നു? ഈ 2024 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് മികച്ച നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പലയിടത്തും പരാജയത്തിൻ്റെ അങ്ങേയറ്റം കൂപ്പുകുത്തി വീണു എന്ന് പറയാം. പക്ഷെ കേരളത്തിലെ സ്ഥിതി അല്പം വിഭിന്നമാണ്. ഒരു രാജ്യത്തിലെ ഒരു പച്ച തുരുത്താണ് കോൺഗ്രസ്സിനിപ്പോൾ കേരളം. അതുകൊണ്ട് തന്നെ അവർ 2026 അല്പം പ്രതീക്ഷ വയ്ക്കുകയാണ്. അല്പമൊന്നല്ല, വലിയ പ്രതീക്ഷ തന്നെ വെച്ച് പുലർത്തുന്നുണ്ട്. അതിന് കാരണം ഒന്ന്, ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിൽക്കുന്നു എന്നുള്ളത് ശക്തമായിട്ട് പിണറായി വിരുദ്ധ തരംഗമുണ്ട്. അതുകൊണ്ട് മൂന്നാം തവണ പിണറായി വരില്ല എന്നുള്ള ഒരു കണക്കുകൂട്ടൽ. അതുപോലെ BJP വേണ്ടത്ര തരത്തിൽ മുന്നേറുന്നില്ല എന്നും അവരുടെ കണക്കുകൂട്ടലുണ്ട്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് ഒരു മുന്നേറ്റം, UDFിന് ഒരു മുന്നേറ്റം കുറിക്കാം എന്നുള്ളതവർ കണക്കുകൂട്ടുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാവരും, സാധാരണ കോൺഗ്രസ്സുകാർ ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാറില്ല തെരഞ്ഞെടുപ്പ് വേളയിൽ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഏതാണ്ടൊരു 3-4 പേര് വേഷം കെട്ടി നിൽക്കുകയാണ്, ആടാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അവരെ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അക്കമിട്ട് പറയാനുണ്ട്. ഒന്ന്, ശശി തരൂർ തന്നെ രംഗത്ത് നിൽക്കുന്നുണ്ട്. തരൂർ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു, ഇത് ഞാൻ എൻ്റെ അവസാനത്തെ മത്സരമാണിത്, ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇനി ഇല്ല എന്ന് പറഞ്ഞു. 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുകയും ചെയ്തു. ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന് തരൂർ കണക്ക് കൂട്ടുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നോട്ടമിട്ടിട്ടുണ്ട്. അത് വെറുതെയാണ്, ആ പരിപ്പ് വേവാൻ പോകുന്നില്ല. കോൺഗ്രസ്സുകാർ തന്നെ ആ അടുപ്പിൽ വെള്ളം ഒഴിക്കുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. മല്ലികാർജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ചപ്പോൾ തരൂരിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാർ തന്നെയാണ് കച്ചകെട്ടി ഇറങ്ങിയത്. അങ്ങനെയുള്ള തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊന്നും ഒരിക്കലും കൊണ്ടുവരാൻ പോകുന്നില്ല. ദേശീയ തലത്തിൽ തരൂർ വന്നിരുന്നുവെങ്കിൽ കോൺഗ്രസിൻ്റെ ചിത്രം മാറുമായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും വേണ്ടത് അവർക്കൊരു അടുക്കളക്കാരനെയാണ് വേണ്ടത്. തരൂരിനെ അങ്ങനെ കിട്ടത്തില്ല. മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസ് സോണിയാഗാന്ധിയുടെ വീട്ടിലെ കുശിനിക്കാരനാണ് എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു കുറവായിട്ടുള്ള ഒരു കാര്യം, അതൊരു കൂടുതലല്ല. അത് അങ്ങനെ പറയുന്നത് ഒരു കുറഞ്ഞ പരാമർശമല്ല, അല്ലല്ലല്ല, അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പം തരൂരിൻ്റെ മോഹം അങ്ങനെ തന്നെ കിടക്കും. പിന്നെ സാധാരണഗതിയിൽ ഏത് പാർട്ടിയിലായാലും പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ ആ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രതിപക്ഷ നേതാവായിരിക്കും മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. അതുകൊണ്ട് VD സതീശനായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് ചിലർ കണക്ക് കൂട്ടുന്നു. ഒപ്പം VD സതീശനും ആ കണക്ക് കൊണ്ടുള്ള കളിയിലൂടെ മുമ്പോട്ട് പോവുകയാണ്. അതാണ് അദ്ദേഹം ഒരു 63 എന്ന സംഖ്യയൊക്കെ എടുക്കുകയും ചെയ്തത് നമുക്കറിയാവുന്ന കാര്യമാണ്. അത് തന്നെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് വലിയ എതിർപ്പുമുണ്ടാക്കി. അങ്ങനെ VD സതീശനെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്കകത്തൊക്കെ വലിയ ക്ഷുഭിതനായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല ഒന്നാന്തരം വാക്ചാതുര്യം. ഒരു സാമ്പത്തിക വിദഗ്ധനായ ഇടതുപക്ഷത്തെ ബുദ്ധിജീവിയായ ഡോക്ടർ തോമസ് ഐസക്കിനെ നേരിടാൻ കഴിവുള്ള ഒരാൾ കൂടിയാണ് VD സതീശൻ. പറവൂർ മണ്ഡലം VD സതീശൻ ഏതാണ്ട് കുത്തകയാക്കി വെച്ചിരിക്കുകയാണ്. പലരും നോക്കി, പന്നിയൻ രവീന്ദ്രനെ വരെ അവിടെ ഇറക്കിയതാണ് VD സതീശനെ ഒന്ന് പരാജയപ്പെടുത്താൻ. ഒന്നും ഏശിയില്ലെന്നുള്ളതാണ്. VD സതീശൻ എപ്പോഴും ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ട് വന്നിട്ടേ ഉള്ളൂ. എത്ര LDF തരംഗം ഉണ്ടാകുന്ന സമയത്ത് പോലും. അപ്പോൾ VD സതീശനെതിരെ പോലും കോൺഗ്രസിനകത്തൊരു പടയൊരുക്കം നടക്കുന്നുണ്ട്.
3, ഈ അവസരത്തിലാണ് ചെന്നിത്തലയുടെ ഒരു സ്ഥാനം ആലോചിക്കേണ്ടത്. 2021 പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു രമേശ് ചെന്നിത്തലയ്ക്ക്. ചെന്നിത്തലയെ പാര വെച്ചത് ആരൊക്കെയാണെന്ന് അദ്ദേഹം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേന്ദ്രത്തെ ഹൈക്കമാൻഡിനെ വിവരം ധരിപ്പിച്ച് തന്നെ പുറത്ത് ചാടിപ്പിച്ചവരുടെയൊക്കെ ഒരു ലിസ്റ്റ് ചെന്നിത്തലയുടെയിലുണ്ട്. അത് ചെന്നിത്തല ഇങ്ങനെ നോക്കിയിരിക്കുകയുമാണ് ചെയ്യുന്നത്. ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം വയസ്സെത്രയായി? 70 ഈ 2026 മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ പിന്നെ താൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞ് നിന്നിട്ട് എന്ത് കാര്യം, എന്ത് നേടി? അതുകൊണ്ട് 70-ലെത്തിയ 26 അത് കിട്ടിയില്ലെങ്കിൽ പിന്നെയും 5 വർഷം. അപ്പോഴത്തേന് വയസ്സെത്രയാകും ചെന്നിത്തലയുടെ മോഹങ്ങളെല്ലാം കരിഞ്ഞു പോകത്തില്ലേ? അതുകൊണ്ട് ഇത്തവണ കൂടി ചെന്നിത്തല നോക്കുകയാണ്. ചെന്നിത്തലയ്ക്ക് പ്രതീക്ഷ വേണ്ടത്ര തരത്തിൽ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ പലരും നോക്കി BJP-യിൽ നിന്ന് ചെന്നിത്തലയെ അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ. നടന്നില്ല. ചെന്നിത്തല ഒന്നുകൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ആ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താണ്, 2026 ചെന്നിത്തലയ്ക്ക് കിട്ടിയില്ലെങ്കിൽ ചെന്നിത്തല എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ BJP എന്തായിരിക്കും കൊടുക്കുന്നത്? കേന്ദ്രമന്ത്രി സ്ഥാനം, ക്യാബിനറ്റ് റാങ്ക് കൊടുക്കാൻ തയ്യാറാണ്. വേണ്ടി വന്നാൽ നരേന്ദ്രമോദി പോലും വന്ന് രമേശ് ചെന്നിത്തലയെ കൂട്ടിക്കൊണ്ടുപോകും. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ചെന്നിത്തലയോട് നേരത്തെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാരനായി തന്നെ തനിക്കിരിക്കണം, കോൺഗ്രസിൻ്റെ അതിലൂടെയാണ് ഞാൻ വളർന്നു വന്നത് എന്നൊക്കെയുള്ള ചില വാക്യങ്ങളൊക്കെ പറയുമല്ലോ. പക്ഷേ രാഷ്ട്രീയമാണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല. നാളെ BJP-യിലാകും. പത്മജ വേണുഗോപാൽ പോയത്, നമ്മൾ ആരെങ്കിലും AK ആന്റണിയുടെ മകൻ പോയത്, അങ്ങനെ ആരെല്ലാം നമ്മൾ ഞെട്ടിപ്പോയില്ലേ? അതുപോലെ രമേശ് ചെന്നിത്തല BJP-യിലേക്ക് പോയാലും അതിനകത്ത് ഒരു ഞെട്ടലും ഉണ്ടാകേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഇവിടെ ഇത് 2026 മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് സംഭവിച്ചിരിക്കും. KC വേണുഗോപാൽ കേന്ദ്ര വ്യോമയാന സഹമന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് KC ഡൽഹി തന്നെ കേന്ദ്രീകൃതമായിട്ട് അവിടെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് മറ്റ് പല സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ വലിയ ഹോൾഡുണ്ട്. KC വേണുഗോപാലിന് അറിയാം, ഇനി രാജ്യത്ത് കോൺഗ്രസ് വരാൻ പോകുന്നില്ല. തൻ്റെ ജീവിതകാലത്ത് എന്തായാലും കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഡൽഹിയിൽ കിടന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. കേരളത്തിലാണല്ലോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ആകെയുള്ള പച്ചത്തുരുത്തെന്ന് പറയുന്നത് കേരളമാണ്. അതുകൊണ്ട് 26 കേരളത്തിൽ UDF-ന് അനുകൂലമായ ഒരു തരംഗമാണ് ഉണ്ടാകുന്നെങ്കിൽ KC വേണുഗോപാലായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ ചോദിക്കും, രമേശ് ചെന്നിത്തലയല്ലേ സുകുമാരൻ നായർ ഉയർത്തുന്നതെന്നൊക്കെ. അതിനകത്തൊക്കെ ചില കപടനാടകങ്ങൾ വേറെയുണ്ട്. രമേശ് ചെന്നിത്തലയെ ഉയർത്തിക്കാട്ടുകയും സമയമാകുമ്പോൾ സുകുമാരൻ നായരും ഈ രാഹുൽ ഗാന്ധി ഇറക്കാൻ പോകുന്ന KC വേണുഗോപാലിനെ അംഗീകരിക്കുകയും ചെയ്യും. രാഹുൽ ഗാന്ധി യെസ് പറഞ്ഞാൽ മതി, തീർന്നു, ഒറ്റമൂളൽ. കാരണം രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കുന്നത് ആരാ? KC വേണുഗോപാലാണ്. രാഹുൽ ഗാന്ധി എപ്പോൾ തുമ്മണം KC വേണുഗോപാൽ പറയണം. അതിനും അളവുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന KCയുടെ കാര്യത്തിനകത്ത് ഒരു അന്തിമ തീരുമാനം എടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയും. അത് KCക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന 2 കാര്യങ്ങളാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് ശശി തരൂരും VD സതീശനും അവരൊക്കെ അപ്രസക്തമായി മാറുമ്പോൾ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ചിത്രത്തിൽ തെളിയും. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ വഴി വേറെയാകും. KC വേണുഗോപാലിനെ ഇറക്കുകയും ചെയ്യും. കാരണം കേന്ദ്രത്തിൽ ഇനി സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും ആ നീക്കം. ഇത് കേരള രാഷ്ട്രീയത്തിനകത്ത് ഉണ്ടാകാൻ പോകുന്ന വലിയ സംഭവ വികാസങ്ങളിൽ ഒന്ന് തന്നെ ആയിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.